ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നത് എങ്ങനെ സിമ്പിളായി സ്ക്രാച്ചിൽ ലെമനേഡ് ഇൻവാഷൻ എന്ന് പറയുന്ന ഒരു ഗെയിം നിർമ്മിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഇതൊരു ഷൂട്ടിംഗ് ഗെയിമാണ്. അപ്പോൾ ഈ ഒരു ഗെയിമിൽ എന്താണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലെയർ ഉണ്ടാവും, പിന്നെ കുറേ ലെമണുകൾ അതിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരും. അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലെയറിനെ വെച്ചിട്ട് ആ ലെമണെല്ലാം ഷൂട്ട് ചെയ്ത് തകർക്കലാണ് ഈ ഒരു ഗെയിമിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ ഫ്രണ്ട്സ്, നമ്മൾ നമ്മുടെ കോഡിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഗെയിമിന് പറ്റിയ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യണം. അപ്പോൾ അതിനെ ബാക്ക്ഡ്രോപ്പിലൊക്കെ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ കോസ്റ്റ്യൂം, അതായത് ബാക്ക്ഡ്രോപ്പിൽ പോവുക. എന്നിട്ട് ഒരു റെക്റ്റാങ്കിൾ ചെറിയൊരു സ്ക്വയർ ടൂൾ ഉപയോഗിച്ചിട്ട് ഒരു സ്ക്വയർ ഇതിലേക്ക് വരയ്ക്കുക. എന്നിട്ട് അതിനെ സെൻറ്ററിലേക്ക് വയ്ക്കുക. എന്നിട്ട് ഒരു ബ്ലാക്ക് പോലത്തെ, ഒരു ബ്ലാക്ക് അല്ല എന്നാലും ഒരു വൈറ്റ് പോലത്തെ ഒരു വൈറ്റ് അല്ല, ഒരു വെരി ഡാർക്ക് ബ്ലാക്ക് വേണ്ട, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബ്ലാക്ക് പോലത്തെ ഒരു കളർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഔട്ട്ലൈൻ നമുക്ക് ആവശ്യമില്ല. അപ്പം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു പ്ലെയറിനെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഈ ഒരു പെയിൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. ചൂസ് സ്പ്രൈറ്റിൽ പെയിൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇതിന് സ്പ്രൈറ്റ് വേണമെന്നാണ് എടുക്കുന്നത്. പ്ലെയർ എന്ന് പേര് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു സംഭവം സൂം ചെയ്യാം. എന്നിട്ട് ഇതിൽ ഒരു പെർപ്പിളായിട്ടൊരു കളർ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഒരു വയലറ്റ് പെർപ്പിൾ കളർ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഷിഫ്റ്റ് ഞെക്കി പിടിച്ചിട്ട് ഒരു സ്ക്വയർ വരയ്ക്കുക. ഒരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടും. കുറച്ചും കൂടി ഈ ഒരു സ്ക്വയർ വലുതാക്കാം. ഓക്കെ, നമുക്ക് ഈ ഒരു സെലക്ഷൻ ടൂളിലോട്ട് പോയിട്ട് ഒരു ഔട്ട്ലൈൻ, നമുക്ക് രണ്ട് ഔട്ട്ലൈൻ കൊടുക്കാം. രണ്ട് ലെവലിലൊരു ഔട്ട്ലൈൻ കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഒരു ഷേപ്പിംഗ് ടൂളിലോട്ട് പോവുക. എന്നിട്ട് ഏതെങ്കിലും ഒരു സൈഡിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുക്കുക. നമ്മൾ തിരിച്ച് ഒരു സെലക്ഷൻ ടൂളിലോട്ട് വന്നിട്ട് ഷിഫ്റ്റ് ഞെക്കി പിടിച്ചിട്ട് ഇതിനെ റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ 45 ഡിഗ്രി ആയിട്ട് ഇത് റൊട്ടേറ്റ് ആവും. പിന്നെ നമ്മൾ ആൾട്ട് ഞെക്കി പിടിച്ചിട്ട് ഏതെങ്കിലും ഒരു സൈഡിൽ പിടിച്ച് ഇങ്ങനെ താത്തി കൊടുക്കുക. നല്ലൊരു ഷേപ്പിലോട്ട് വന്നിട്ടുണ്ട്. കുറച്ച് ഇത് വലുതാക്കണം. കുറച്ചും കൂടി ചെറുതാക്കാം. ഇനി നമ്മൾ ആൾട്ട് ഞെക്കി പിടിച്ചിട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള കോപ്പി നമുക്ക് കിട്ടും. എന്നിട്ട് ഇതിനെ ഒരു ഭാഗത്തേക്ക് കൃത്യമായി വയ്ക്കുക. ആൾട്ട് ഞെക്കി പിടിച്ച് കുറച്ച് ചെറുതാക്കുക. എന്നിട്ട് ഷിഫ്റ്റ് ഞെക്കി പിടിച്ചിട്ട് ഒരു ബാക്ക് കുറച്ച് ഇങ്ങോട്ടാക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പെർഫെക്റ്റ് ആക്കി കൊടുക്കുക. ഇതിൻ്റെ കളർ ഒരു ലെമൺ യെല്ലോയിലേക്ക് മാറ്റാം. ഓക്കെ, നമ്മുടെ പ്ലെയർ ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് അടിപൊളിയാക്കാം. ഇതാണ് എൻ്റെ പ്ലെയർ. ഇനി ഇതിനെ ഫുള്ള് സെലക്ട് ചെയ്തിട്ട് ഒരു സ്ക്രീനിൻ്റെ സെൻറ്ററിലേക്ക് ഇതിനെ സ്നാപ്പ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു പ്ലെയറിൻ്റെ കോഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ഇവൻസിൽ പോയിട്ട് വെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ഇടാം. ലുക്സിൽ നിന്നും നമുക്ക് ഗോ ടു ഫോൺ ലെയർ എന്ന് പറയുന്ന ഓപ്ഷൻ, ഒരു കോഡ് ബ്ലോക്ക് എടുത്തിടാം. അപ്പോൾ നമ്മൾ എല്ലാ സ്പ്രൈറ്റിൻ്റെ ഫ്രണ്ടിലായിട്ട് വരും. പിന്നെ അതിനെ സെൻറ്ററിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ 0 0 കൊടുക്കുക. പറ്റും. ഇനി നമുക്ക് രണ്ട് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. മേക്ക് എ വേരിയബിൾ ക്ലിക്ക് ചെയ്യുക. സ്പീഡ് എക്സ് എന്നും സ്പീഡ് വൈ എന്നും പറഞ്ഞ രണ്ട് വേരിയബിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ഫോർ ദിസ് സ്പ്രൈറ്റ് ഓൺലി ടിക്ക് ചെയ്ത് കൊടുക്കുക. സ്പീഡ് എക്സും സ്പീഡ് വൈയും ഫോർ ദിസ് സ്പ്രൈറ്റ് ഓൺലി. ഓക്കെ, ഇനി നമുക്ക് തുടക്കത്തിൽ തന്നെ ഈ ഒരു സ്പീഡ് എക്സിനെയും സ്പീഡ് വൈനെ 0 ആക്കി കൊടുക്കണം. ഓക്കെ, ഇനി നമുക്കൊരു കസ്റ്റം ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പം മൈ ബ്ലോക്കിൽ പോവുക. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോഡിനെ സ്പ്ലിറ്റ് ചെയ്ത് പല പല പാർട്ടാക്കി മാറ്റും. നമ്മൾ സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ആദ്യം ഈ ഒരു പ്ലെയറിൻ്റെ എക്സ് മൂവ്മെൻറ്റിനുള്ള ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ മൂവ് എക്സ് എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ടൊരു കോളം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആഡ് ആൻ ഇൻപുട്ട് ക്ലിക്ക് ചെയ്യുക. എക്സ് എന്ന പേര് കൊടുക്കുക. ഇതേപോലെ തന്നെ ചെയ്യണം, എങ്കിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. റൺ വിത്തൗട്ട് സ്ക്രീൻ റിഫ്രഷ് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം ഇങ്ങനൊരു ബ്ലോക്ക് നമുക്ക് കിട്ടും. അതിനെ സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് വേരിയബിൾസിൽ നിന്നും
ചേഞ്ച് നമ്മൾ എക്സിൻ്റെ ആണ് ചെയ്യുന്നത്. അപ്പോൾ സ്പീഡ് എക്സ് ബൈ നമുക്ക് ഓപ്പറേഷൻസിൽ നിന്നും ഒരു മൾട്ടിപ്ലിക്കേഷൻ ബ്ലോക്ക് എടുക്കാം. സ്പീഡ് എക്സ് ബൈ 0.9 ഇൻറ്റു എക്സ് എന്നിട്ട് സെറ്റ് സ്പീഡ് എക്സ് ടു ഓപ്പറേഷനിൽ നിന്നും ഒരു മൾട്ടിപ്ലിക്കേഷൻ ബ്ലോക്ക് എടുക്കാം. വീണ്ടും ഇവിടെ 0.9 ഇൻറ്റു സ്പീഡ് എക്സ്. അപ്പോൾ നമുക്ക് ഈ ഒരു 0.9നെ വേറൊരു വേരിയബിളിലേക്ക് ആക്കി സിമ്പിൾ ആക്കാം. മേക്ക് വേരിയബിൾ ക്ലിക്ക് ചെയ്യുക. ഫോർ ദിസ് സ്പ്രൈറ്റ് ഓൺലി ടിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു 0.9 വരുന്നിടത്തെല്ലാം ആക്സിലറേഷൻ വെച്ച് റീപ്ലേസ് ചെയ്യാം. തുടക്കത്തിൽ തന്നെ ആക്സിലറേഷൻ 0.9 ആക്കി കൊടുക്കുക. ഇപ്പോൾ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സിലറേഷനാണ് ഇവിടെ കിടക്കുന്നത്. ആക്സിലറേഷൻ 0.9 ആണ്. അപ്പം നമുക്ക് ഈ ഒരു രണ്ട് സ്ഥലത്തും ആക്സിലറേഷൻ മാറ്റി കൊടുക്കണമെങ്കിൽ ഇവിടെ ഈ ഒരു സ്ഥലത്ത് മാത്രം മാറ്റി കൊടുത്താൽ മതി. ഇതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ഇനി നമ്മൾ അടുത്ത ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ച് എക്സ് ബൈ സ്പീഡ് എക്സ്. സ്പീഡ് എക്സ് വെച്ചിട്ട് നമ്മുടെ എക്സ് നമ്മൾ ചേഞ്ച് ചെയ്യും. ഇത് നമുക്കൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം. കണ്ടോ, റൈറ്റ് ലെഫ്റ്റ് നല്ല സ്മൂത്തായിട്ട് മൂവ് ആവുന്നുണ്ട്. കണ്ടോ, ആ ഒരു കീ വിട്ടാലും ഒരു സ്മൂത്ത് മൂവ്മെൻറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ഇതേപോലെ തന്നെ മുകളിലേക്കും താഴേക്കും, അതായത് വൈ പൊസിഷൻ ചെയ്യാം. ആദ്യം തന്നെ പുതിയൊരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യാം. മൂവ് വൈ, എന്നിട്ട് ഒരു ഇൻപുട്ട് വൈ എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് കൊടുക്കാം. റൺ വിത്തൗട്ട് സ്ക്രീൻ റിഫ്രഷ് ടിക്ക് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് വർക്ക് ആവില്ല. ഇനി നമ്മൾ ഇതേപോലെ തന്നെ വൈയുടെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം ചേഞ്ച് സ്പീഡ് വൈ ബൈ ഒരു മൾട്ടിപ്ലിക്കേഷൻ ബ്ലോക്ക് എടുക്കാം. എന്നിട്ട് ആക്സിലറേഷൻ മൾട്ടിപ്ലൈഡ് ബൈ വൈ എന്ന് നമ്മൾ കൊടുത്തു. ഇനി നമ്മൾ അടുത്ത ബ്ലോക്ക്, അതായത് സെറ്റ് സ്പീഡ് ബൈ 2 ആക്സിലറേഷൻ മൾട്ടിപ്ലൈഡ് ബൈ സ്പീഡ് വൈ. അടുത്തത് നമ്മൾ ആ ഒരു ചേഞ്ചാണ്, ചേഞ്ച് വൈ ബൈ സ്പീഡ് വൈ. ഇത് നമ്മൾ ഈ ഒരു ബ്ലോക്കിനെ കോൾ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഒരു വൈ ബ്ലോക്ക് കൂടി ഇടുക. ഇതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. എന്നിട്ട് അപ്പ് ആരവും ഡൗൺ ആരവും ആക്കുക. ഈ ഒരു ഓർഡർ ചെയ്യണം, അല്ലെങ്കിൽ തിരിഞ്ഞു വരും. റൈറ്റ് ആരോ പ്ലസ്, ഇപ്പോൾ അപ്പ് ആരോ പ്രസ് ചെയ്യുമ്പോൾ ഡൗണിലോട്ട് പോകും. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ അപ്പ് ആരാണ് പ്രസ് ചെയ്യുന്നത്, താഴോട്ട് പോയി. ഡൗൺ ആരോ പ്രസ് ചെയ്യുമ്പോൾ മുകളിലേക്ക് പോകും. ഇത് ആദ്യം നമ്മൾ മെയിനായിട്ടുള്ളത് കൊടുക്കണം. അപ്പ് ആരോ ആണ് കൊടുത്തിരിക്കുന്നത്, എന്നിട്ട് ഡൗൺ ആരോ കൊടുക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ മൂവ്മെൻ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഭയങ്കര സ്മൂത്താണ് സംഭവം. നല്ല അടിപൊളിയായിട്ട് ഇത് മൂവ് ആവുന്നുണ്ട്. അപ്പോൾ അത്ര സെറ്റായി. ഇനി നമുക്ക് ഈ ഒരു പ്ലെയറിനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ലേസറിനെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ചൂസ് എ സ്പ്രൈറ്റിൽ മൗസ് വയ്ക്കുക, പെയിൻറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതിനെ അത്യാവശ്യം സൂം ചെയ്യുക. എന്നിട്ട് ഒരു സ്ക്വയർ പോലത്തെ ഒരു ടൂൾ എടുക്കുക. എന്നിട്ടൊരു 6x1 റെക്റ്റാങ്കിൾ വരച്ചു കൊടുക്കുക. 1 2 3 അകത്തെ കളറ് വൈറ്റും പുറത്തെ കളറ് ഒരു ലെമണിൻ്റെ യെല്ലോയും കൊടുക്കുക. ഓ സോറി, ഞാൻ സെലക്ട് ചെയ്തില്ല. സെലക്ട് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യേണ്ടത്. എന്നിട്ട് ഇതിനെ 2 ആക്കി കൊടുക്കാം. നമ്മൾ ബുള്ളറ്റ് ആകുമ്പോൾ അറ്റം ഒന്ന് ഷാർപ്പായിരുന്നാൽ പറ്റത്തില്ല, കേവ് തന്നെ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഈ ഒരു റീഷേപ്പ് ടൂൾ എടുക്കുക. എന്നിട്ട് നടുക്കൊരു പോയിന്റ് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഒരു മുകളിലും താഴെയായിട്ട് ഇവിടെ വേറെ 2 പോയിന്റ് കൂടി വരയ്ക്കുക. എന്നിട്ട് ഈ ഒരു നടുക്കത്തെ ഈ ഒരു പോയിന്റ് ഡിലീറ്റ് ചെയ്യുക. കണ്ടോ, നല്ലൊരു പെർഫെക്റ്റ് കേർവ് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെയാണ് നമുക്ക് മറ്റ് 2 സൈഡുകളിലായി ചെയ്തു കൊടുക്കാം. ഓക്കെ, നല്ലൊരു ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ആരോ കീസ് വെച്ച് തന്നെ ഡ്രാഗ് ചെയ്ത് അടിപൊളിയാക്കി എടുക്കാവുന്നതാണ്.
അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ലേസറിൻ്റെ കോഡിലോട്ട് പോകാം. ഇതിനെ ലേസർ എന്ന് പറഞ്ഞ് കൊടുക്കുക പേര്. അപ്പോൾ വെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക്, ഇതിനെ ഹൈഡ് ചെയ്യണം. അപ്പോൾ ഹൈഡ് കൊടുക്കുക. ഇനി കൺട്രോളിൽ നിന്നും വെൻ ഐ സ്റ്റാർട്ട് ആസ് എ ക്ലോൺ, മോഷനിൽ നിന്ന് ഗോ ടു യുവർ റാൻഡം പൊസിഷൻ എടുത്തിട്ട് റാൻഡം പൊസിഷൻ മാറ്റി പ്ലെയർ ആക്കുക. എന്നിട്ട് പോയിന്റ് ഇൻ ഡിറക്ഷൻ, പോയിന്റ് ഇൻ ടുവേർഡ്സ് അല്ല, പോയിന്റ് ഇൻ ഡിറക്ഷൻ സെൻസുകളിൽ നിന്നും ഇതൊരു നിങ്ങൾ കാണാത്ത ബ്ലോക്കായിരിക്കും. ഒരു ബാക്ക് ഡ്രോപ്പ് ഓഫ് സ്റ്റേജ് മാറ്റി പ്ലെയർ ആക്കുക. പ്ലെയറിൻ്റെ ഡിറക്ഷനിലേക്ക് പോയിന്റ് ചെയ്യണം. എന്നിട്ട് ഷോ. ഓക്കെ, ഇനി അടുത്തത് കൺട്രോളിൽ നിന്നും റിപ്പീറ്റ് ആൻഡിൽ ബ്ലോക്ക് എടുത്ത് ഇവിടെ വയ്ക്കുക. നമ്മൾ റിപ്പീറ്റ് ആൻഡിൽ ടച്ചിങ് എഡ്ജിൽ മുട്ടുന്ന വരെ, അതായത് ഈ ഒരു എഡ്ജിലേക്ക് മുട്ടുന്ന വരെ ഇത് പോകണം. അപ്പോൾ അതിനാണ് ഈ ഒരു റിപ്പീറ്റ് ആൻഡിൽ ബ്ലോക്ക് ഉപയോഗിക്കുന്നത്. മൂവ് 12 സ്റ്റെപ്സ്. അപ്പോൾ എഡ്ജ് മുട്ടി കഴിഞ്ഞാൽ എന്ത് പറ്റണം? ഡിലീറ്റ് ദിസ് ക്ലോൺ. ആഡ് കമൻ്റ് ആയിപ്പോയി. പിന്നെ നമ്മൾ പ്ലെയറിലേക്ക് തിരിച്ചു വരണം. എന്നിട്ട് ഇവിടെയാണ് നമ്മൾ ഷൂട്ടിങ്ങിൻ്റെ സെറ്റപ്പ് ചെയ്യുന്നത്. നമ്മൾ പുതിയൊരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യണം ഷൂട്ടിങ്ങിനായിട്ട്. നെയിം ഇറ്റ് ആസ് ഷൂട്ട് എന്ന പേര് കൊടുത്തിട്ട് ആ ഒരു ബ്ലോക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. റൺ വിത്തൗട്ട് സ്ക്രീൻ റിഫ്രഷ് ടിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഒരു ചേഞ്ച് നമ്മൾ വരുത്തണം. ഈ ഒരു ഷൂട്ട് ബ്ലോക്ക് എടുക്കുക. എന്നിട്ട് പോയിന്റ് ടുവേർഡ്സ് മൗസ് പോയിൻ്റർ ഇവിടെ വയ്ക്കുക. അതിന് തൊട്ട് താഴെ ഈ ഒരു ഷൂട്ട് ബ്ലോക്ക് ഇടുക. എന്നിട്ട് ഈ ഒരു ഡിഫൈൻ ഷൂട്ടിലാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഇഫ് ബ്ലോക്ക് എടുക്കുക. നിങ്ങൾക്ക് ഏത് കീ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ ഇവിടെ മൗസ് ഡൗണും മൗസ് ഞെക്കിയാലും സ്പേസ് ഞെക്കിയാലും ഷൂട്ട് ചെയ്യുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഓക്കെ, ക്രിയേറ്റ് എ ക്ലോൺ ഓഫ് മൈസെൽഫ്. എൻ്റെ ഒരു ക്ലോൺ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇത് വരുന്നില്ല. എന്തുകൊണ്ടാണ് വരാത്തതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ലേസറിലേക്ക് തിരിച്ചു വരിക. കണ്ടോ ഇത് പെർഫെക്റ്റ് അല്ല. ഇവിടെ എന്താ പറ്റിയത്? കണ്ടോ നമ്മൾ ഈ ഒരു പ്ലെയറിൽ എന്തിൻ്റെ ക്ലോൺ ക്രിയേറ്റ് ചെയ്യാനാ? ക്രിയേറ്റ് എ ക്ലോൺ ഓഫ് മൈസെൽഫ്. എൻ്റെ ക്ലോണല്ല, ലേസറിൻ്റെ ക്ലോണാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതാണ് നമുക്ക് പറ്റിയ മിസ്റ്റേക്ക്. ഇനി നോക്കൂ, കണ്ടോ പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ ക്ലോണിങ് വരുന്നുണ്ട്. ഇപ്പം എൻ്റെ ഇവിടെ ക്ലോൺ എത്രയുണ്ടെന്ന് കാണിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ മുകളിലുണ്ട്. കണ്ടോ എഡ്ജിൽ മുട്ടി കഴിയുമ്പോൾ എല്ലാ ക്ലോണും ഡിലീറ്റ് ആവുന്നുണ്ട്. കണ്ടോ നല്ല അടിപൊളിയായിട്ട്. പക്ഷേ ഇത് ഇത്രയും പോകുമ്പോൾ ഭയങ്കര ഓവറാണ് ഈ ഒരു ബുള്ളറ്റിൻ്റെ ഷൂട്ടിങ്. അപ്പോൾ ഈ ഒരു ബുള്ളറ്റിൻ്റെ ഷൂട്ടിങ് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഒരു പുതിയ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. ഫയർ റേറ്റ് എന്ന് അതിന് നമുക്ക് പേര് കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ വേരിയബിൾ ഉണ്ടാക്കാം. ഫോർ ദിസ് സ്പ്രൈറ്റ് ഓൺലി. ഓക്കെ, നമ്മൾ ഫയർ റേറ്റ് ഉണ്ടാക്കി. ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇനി നമ്മളൊരു ഇഫ് എൽസ് ബ്ലോക്ക് എടുക്കുക. എന്നിട്ട് തൽക്കാലത്തേക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കുക. ഒരു ഇഫ് എൽസിലേക്ക് ഈ ഒരു ബ്ലോക്കിന് ഈ ഒരു ഷൂട്ട് ബ്ലോക്കിലേക്ക് ഈ ഒരു എഫ് എൽസ് വയ്ക്കുക. എന്നിട്ട് ഈ ഒരു സംഭവം എൽസിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇഫ് ഗ്രേറ്റർ ദാൻ ബ്ലോക്ക് എടുക്കുക. ഇഫ് ഫയർ റേറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0, അതായത് ഫയർ റേറ്റ് 0-നേക്കാൾ കൂടുതലാണെങ്കിൽ ചേഞ്ച് ഫയർ റേറ്റ് ബൈ -1 വെച്ച് കുറയ്ക്കണം. അതായത് 1 വെച്ച് കുറയ്ക്കണം. എന്നിട്ട് ക്ലോൺ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ സെറ്റ് ഫയർ റേറ്റ് ടു 10 ആക്കണം. നമ്മൾ പ്ലേ ചെയ്ത് നോക്കുക. കണ്ടോ ബുള്ളറ്റിൻ്റെ ഒരു സമയം ഒരെണ്ണം വരുന്നുള്ളൂ. എൻ്റെ മനസ്സിൽ ഇതിൽ കുറേ ലെമൺസ് വരണം എന്നാണ് ആഗ്രഹം. അപ്പോൾ ഇത്രയും ബുള്ളറ്റ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊന്നും പൊട്ടിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ
നമ്മളൊരു 1 കൊടുക്കുക. വാവ്, അടിപൊളിയായിട്ട് ഷൂട്ടിങ് നടക്കുന്നുണ്ട്.